നിർത്താൻ പോലും ആർക്കും സാധ്യമല്ല. യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധനഃ തദർത്ഥം കർമ്മ കൗന്തേയ മുക്തസംഗഃ സമാചര. കർമ്മം വിഷ്ണുവിനായുള്ള യജ്ഞമെന്ന നിലയിൽ അനുഷ്ഠിക്കേണ്ടതാണ്. അല്ലെങ്കിൽ അത് മനുഷ്യനെ ഭൗതിക ലോകത്തോട് കൂടുതൽ ബന്ധിക്കുകയേയുള്ളൂ. കുന്തിപുത്ര, നിന്റെ നിർദ്ദിഷ്ട കർമ്മങ്ങളെ ഭഗവാന്റെ സംതൃപ്തിക്കായി നിർവഹിക്കൂ. അങ്ങനെ ചെയ്താൽ നിനക്കെന്നെന്നും ബന്ധമുക്തനായിരിക്കാം. സഹയജ്ഞാഃ പ്രജാ സൃഷ്ട്വാ പുരോവാച പ്രജാപതിഃ അനേന പ്രസവിഷ്യധ്വം യേശവോസ്ത്വിഷ്ട കാമധുക്. സൃഷ്ടിയുടെ ആരംഭത്തിൽ പ്രജാപതി ദേവന്മാരെയും മനുഷ്യരെയും ഒപ്പം തന്നെ വിഷ്ണുവിനായുള്ള യജ്ഞങ്ങളെയും ഉൽപ്പാദിപ്പിച്ച ശേഷം അവരെ ഇങ്ങനെ ആശീർവദിച്ചു: ഈ യജ്ഞത്തെക്കൊണ്ട് നിങ്ങൾ സന്തുഷ്ടരാവുക. മോക്ഷപ്രാപ്തിക്കും സുഖജീവിതത്തിനും വേണ്ടുന്നതെല്ലാം ഇതിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കും. ദേവാൻ ഭാവയതനേന തേ ദേവാ ഭാവയന്തു വഃ പരസ്പരം ഭാവയന്തഃ ശ്രേയഃ പരമവാപ്സ്യഥ. ദേവന്മാർ യജ്ഞം കൊണ്ട് സന്തുഷ്ടരായാൽ നിങ്ങളെ അവർ സന്തുഷ്ടരാക്കും. ഇങ്ങനെ പരസ്പര പ്രീണനം കൊണ്ട് രണ്ടു കൂട്ടർക്കും പരമശ്രേയസ് അനുഭവിക്കാം. ഇഷ്ടാൻ ഭോഗാൻ ഹീവോ ദേവാ ദാസ്യന്തെ യജ്ഞഭാവിതാഃ തൈർദത്താൻ അപ്രദായേഭ്യോ യോ ഭുങ്ക്തേസ്തേന ഏവ സഃ. ജീവിതത്തിൽ വിവിധങ്ങളായ ആവശ്യങ്ങളുടെ ചുമതല വഹിക്കുന്ന ദേവന്മാർ യജ്ഞത്താൽ സന്തുഷ്ടരായി ആവശ്യ വിഭവങ്ങളെല്ലാം മനുഷ്യർക്ക് നൽകും. ഈ അനുഗ്രഹങ്ങളെ ആ ദേവന്മാർക്ക് തിരിച്ചു സമർപ്പിക്കാതെ മുഴുവനും ആസ്വദിക്കുന്നവൻ ചോരൻ തന്നെയാണ്. യജ്ഞശിഷ്ടാശിനഃ സന്തോ മുച്യന്തെ സർവകിൽബിഷൈഃ ഭുഞ്ജത്തെ തേ ത്വഘം പാപാഃ യേ പചന്ത്യാത്മകാരണാത്. യജ്ഞത്തിൽ നിവേദിക്കപ്പെടുന്ന അന്നം ഭക്ഷിക്കുന്നതുകൊണ്ട് ഭഗവത് ഭക്തന്മാർ സർവപാപങ്ങളിൽ നിന്നും മുക്തരാകുന്നു. സ്വയം ആസ്വദിക്കുവാൻ വേണ്ടി മാത്രം ഭക്ഷണമുണ്ടാക്കുന്നവർ പാപത്തെയാണ് ഭുജിക്കുന്നത്. അന്നാദ് ഭവന്തി ഭൂതാനി പർജന്യാദന്ന സംഭവഃ യജ്ഞാദ് ഭവതി പർജന്യോ യജ്ഞഃ കർമ്മ സമുദ്ഭവഃ. എല്ലാ ജീവജാലങ്ങളും ധാന്യങ്ങൾ കൊണ്ട് ജീവിക്കുന്നു. അതാകട്ടെ മഴ മൂലമുണ്ടാകുന്നു. മഴ യജ്ഞത്തിൽ നിന്നുണ്ടാകുന്നു. യജ്ഞങ്ങൾ വിധിപ്രകാരമുള്ള കർമ്മങ്ങളിൽ നിന്നും. കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി ബ്രഹ്മാക്ഷര സമുദ്ഭവം തസ്മാത് സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം. വേദങ്ങളിൽ നിയന്ത്രിത കർമ്മവിധികൾ വിവരിച്ചിട്ടുണ്ട്. പരമദിവ്യോത്തമ പുരുഷനിൽ നിന്ന് നേരിട്ടുത്ഭവിച്ചതാണ് വേദങ്ങൾ. അതിനാൽ സർവവ്യാപകമായ അതീന്ദ്രിയ സത്ത യജ്ഞകർമ്മങ്ങളിലാണ് എന്നെന്നും കുടികൊള്ളുന്നത്. ഏവം പ്രവർത്തിതം ചക്രം നാനുവർത്തയതീഹ യഹ
അഘായുഃ ഇന്ദ്രിയാരാമോ മോഘം പാർത്ഥ സജീവതി. പ്രിയപ്പെട്ട അർജുന, വേദങ്ങളാൽ സ്ഥാപിക്കപ്പെട്ട യജ്ഞങ്ങൾ അനുഷ്ഠിക്കാതെ ജീവിക്കുന്നവൻ പാപം നിറഞ്ഞ ജീവിതമാണ് നയിക്കുന്നത്. ഇന്ദ്രിയ സന്ദർപ്പണത്തിനു വേണ്ടി മാത്രം ആഗ്രഹിക്കുന്ന അവന്റെ ജീവിതം ഫലമില്ലാത്തതാണ്. യസ്ത്വാത്മരതിരേവ സ്യാത് ആത്മതൃപ്തശ്ച മാനവഃ ആത്മന്യേവ ച സന്തുഷ്ടഃ തസ്യ കാര്യം ന വിദ്യതേ. മനുഷ്യജീവിതം ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി ഒഴിഞ്ഞുവെക്കുകയും ആത്മാരാമനായി വർദ്ധിക്കുകയും ആത്മാവിൽ പൂർണ്ണ തൃപ്തനായിരിക്കുകയും ചെയ്യുന്നവന് കർത്തവ്യങ്ങളൊന്നുമില്ല. നൈവ തസ്യ കൃതേനാർത്ഥോ ന കൃതേനേഹ കശ്ചന ന ചാസ്യ സർവഭൂതേഷു കശ്ചിദർത്ഥവ്യപാശ്രയഃ. ആത്മസാക്ഷാത്കാരം ലഭിച്ചവന് തനിക്ക് വിധിക്കപ്പെട്ട കർത്തവ്യം നിറവേറ്റുന്നതുകൊണ്ട് നേടാനായിട്ടൊന്നുമില്ല. അത് ചെയ്യാതിരിക്കാൻ ഒരു കാരണവുമില്ല. അവന് മറ്റൊരു ജീവിയെയും ആശ്രയിക്കേണ്ടതുമില്ല. തസ്മാദസക്തഃ സതതം കാര്യം കർമ്മ സമാചര അസക്തോ ഹ്യാചരൻ കർമ്മ പരമാപ്നോതി പൂരുഷഃ. അതുകൊണ്ട് കർമ്മഫലാകാംക്ഷ കൂടാതെ കടമയെന്ന നിലയ്ക്ക് കർത്തവ്യം നിറവേറ്റുക. നിഷ്കാമ പ്രവർത്തനം ഭക്തനെ പരമപദത്തിലെത്തിക്കും. കർമ്മണൈവ ഹി സംസിദ്ധിം ആസ്ഥിതാ ജനകാദയഃ ലോകസംഗ്രഹമേവാപി സംപശ്യൻ കർത്തുമർഹസി. ജനകൻ മുതലായ രാജാക്കന്മാർ തങ്ങൾക്ക് വിധിച്ച കർമ്മങ്ങൾ മാത്രം അനുഷ്ഠിച്ച് പരിപൂർണതയിലെത്തിച്ചേർന്നു. അതിനാൽ സാമാന്യ ജനങ്ങളെ പഠിപ്പിക്കുന്നതിനായി നീ കർമ്മം ചെയ്യേണ്ടിയിരിക്കുന്നു. യദ്യദാചരതി ശ്രേഷ്ഠഃ തത്തദേവേതരോ ജനഃ സയത് പ്രമാണം കുരുതേ ലോകഃ തദനുവർത്തതേ. ഒരു ശ്രേഷ്ഠനായ വ്യക്തി എന്തു തന്നെ ചെയ്താലും സാധാരണ ജനങ്ങൾ അദ്ദേഹത്തെ അനുകരിക്കുന്നു. മാതൃകാപരങ്ങളായ പ്രവൃത്തികളിൽ അദ്ദേഹം സ്വീകരിക്കുന്ന മാനദണ്ഡങ്ങളെ ലോകമൊട്ടാകെ ആദരിക്കുന്നു. നമേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിൽചന നാനവാപ്തം അവാപ്തവ്യം വർത്തയേവ ച കർമ്മണി. പാർത്ഥ, 3 ലോകങ്ങളിലും എനിക്ക് ചെയ്യേണ്ടതായിട്ട് ഒന്നുമില്ല. എനിക്കില്ലാത്തതായോ ആവശ്യമായതായോ യാതൊന്നുമില്ല. എങ്കിലും ഞാൻ വിധിക്കപ്പെട്ട കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. യദിഹ്യഹം നവർത്തേയം ജാതു കർമ്മണ്യതന്ത്രിതഃ മമ വർത്മാനുവർത്തന്തെ മനുഷ്യാഃ പാർത്ഥ സർവശഃ. വിധിക്കപ്പെട്ട കർമ്മങ്ങൾ ഞാൻ ശ്രദ്ധയോടെ ചെയ്യാതിരുന്നുവെങ്കിലും അല്ലയോ പാർത്ഥ, ജനങ്ങൾ എന്റെ മാർഗം പിന്തുടരുമായിരുന്നു. ഉത്സീദേയുഃ
इमे लोकाः न कुर्यां कर्म चेदहम् शङ्करस्य च कर्ता स्याम् उपहन्यामिमाः प्रजाः. ഞാൻ കർത്തവ്യം നിർവഹിക്കാതിരുന്നാൽ ഈ ലോകങ്ങളെല്ലാം നാശമടയും. അനാവശ്യമായ ജനപ്പെരുപ്പത്തിന് ഞാൻ കാരണമായിത്തീരും. അങ്ങനെ ജീവജാലങ്ങൾക്കെല്ലാം സമാധാനം നഷ്ടപ്പെടുകയും ചെയ്യും. सक्ता कर्मण्य विद्वांसो यथा कुर्वन्ति भारत कुर्याद्विद्वांस्तथा सक्तः चिकीर्षुः लोकसङ्ग्रहम्. അറിവില്ലാത്തവർ ഫലാകാംക്ഷ മൂലം കർത്തവ്യങ്ങൾ നിറവേറ്റുന്നതുപോലെ വിദ്വാൻമാരും ജനങ്ങളെ നല്ല വഴിക്ക് നയിക്കുവാൻ വേണ്ടി പ്രവർത്തിക്കണം. പക്ഷേ അവർ ഫലത്തിൽ ആസക്തരാകാൻ പാടില്ല. ന ബുദ്ധിഭേദം ജനയേത് അജ്ഞാനാം കർമ്മസംഗിനാം ജോഷയേത് സർവകർമാണി വിദ്വാൻ യുക്തഃ സമാചരൻ. വിധിക്കപ്പെട്ട കർമ്മങ്ങളുടെ ഫലത്തിൽ ആസക്തിയുള്ള അജ്ഞരായ ആളുകളെ വിദ്വാൻമാർ കർമ്മം ചെയ്യുന്നതിൽ നിന്നും വിലക്കരുത്. ഭക്തിഭാവനയോടെ കൃഷ്ണാവബോധത്തിന്റെ ക്രമേണയുള്ള പുരോഗമനത്തിനു വേണ്ടി പ്രവർത്തിക്കുവാൻ അവരെ പ്രേരിപ്പിക്കണം. പ്രകൃതേ ക്രിയമാണാനി ഗുണൈഃ കർമാണി സർവശഃ അഹങ്കാര വിമൂഢാത്മാ കർത്താഹമിതി മന്യതേ. മിഥ്യാഹങ്കാരത്തിന്റെ പ്രഭാവത്താൽ മോഹിതനായ ജീവാത്മാവ് താനാണ് കർമ്മങ്ങൾ ചെയ്യുന്നതെന്ന് ചിന്തിക്കുന്നു. വാസ്തവത്തിൽ പ്രകൃതിയുടെ 3 ഗുണങ്ങളാണവ നിർവഹിക്കുന്നത്. തത്വവിത്തു മഹാബാഹോ ഗുണകർമ്മ വിഭാഗയോഃ ഗുണാഃ ഗുണേഷു വർത്തന്ത ഇതി മത്വാ ന സജ്ജതേ. പരമസത്യം ഗ്രഹിച്ച ഒരാൾ ഭക്തിഭരിതമായ പ്രവൃത്തിയും ഫലാകാംക്ഷയോടെ ചെയ്യുന്ന കർമ്മവും തമ്മിലുള്ള വ്യത്യാസം നന്നായി അറിയുന്നു. അതുകൊണ്ട് അയാളുടെ മനസ്സ് ഇന്ദ്രിയങ്ങളിലോ അവയ്ക്ക് വേണ്ടുന്ന ഭോഗങ്ങളിലോ വ്യാപരിക്കുന്നില്ല.